അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെ കാണാം. ഹദ്ദസനി ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അന്നഹു ഉമിയ, അദ്ദേഹത്തിന് കാഴ്ച ശക്തി കുറഞ്ഞ് കണ്ണു കാണാത്ത അവസ്ഥയിലേക്ക് വന്നു. ഫഅർസല ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാളെ വിട്ടു. ഫഖാല തആൽ ഫഖുത്ത ലീ മസ്ജിദാ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് എന്ന് നിസ്കരിക്കാൻ ഒരു സ്ഥലം അടയാളപ്പെടുത്തി കൊടുക്കണം, അതിനുവേണ്ടി വീട് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ പറഞ്ഞയച്ചത്. അങ്ങനെ ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. നിസ്കരിക്കാനുള്ള സ്ഥലം അടയാളപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്ന ഹദീസിൽ നിന്ന് അടയാളപ്പെടുത്തി കൊള്ളി കൊണ്ട് വരച്ചു കൊടുത്തു. ഈ അടയാളപ്പെടുത്തലും വരച്ചു കൊടുക്കലുമാണ് വീടുകളുടെ അളവിൻ്റെ അടിസ്ഥാനമായി വരുന്നത്. പള്ളികൾ, മദ്രസകൾ, കച്ചവട സ്ഥാപനങ്ങൾ, വീടുകൾ, എല്ലാറ്റിനും അതിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബയുടെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തു. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കഅബ ഉണ്ടാക്കാനുള്ള കരാർ ഏൽപ്പിച്ചു. അഹിദിന ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നമ്മൾ കരാർ നൽകി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി കരാർ കൊടുത്തത് അള്ളാഹു തആലയാണ്, അത് ഏറ്റെടുത്തത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഅബയുടെ കരാർ പണി ഏറ്റെടുത്തു. അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, പടച്ചോനെ, ഞാൻ എവിടെയാണ് കഅബ ഉണ്ടാക്കേണ്ടത്? അള്ളാഹു തആല പറഞ്ഞു, ഇബ്രാഹിം, ഒരു മേഘം പ്രത്യക്ഷപ്പെടും, ഒരു മേഘം വെളിവാകും. ആ മേഘത്തിൻ്റെ കണക്കനുസരിച്ചാണ് നിങ്ങൾ പരിശുദ്ധമായ കഅബ നിർമ്മിക്കേണ്ടത്. അതിനെ തുടർന്ന് ഒരു ഉച്ച സമയത്ത് പ്രത്യേകമായ ഒരു മേഘം പ്രത്യക്ഷപ്പെടുകയും ആ മേഘത്തിൻ്റെ നിഴല് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടയാളപ്പെടുത്തുകയും അതിൻ്റെ നീളവും വീതിയുമൊക്കെ അടയാളപ്പെടുത്തി അത് നോക്കി പരിശുദ്ധമായ കഅബയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തതായി താരീഖ് ഇബ്രാഹിമിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് കഅബ പുനർനിർമ്മിക്കാൻ വേണ്ടി കണക്കുകൾ ചോദിച്ചതും അള്ളാഹു തആല അതിൻ്റെ കണക്കും അതിൻ്റെ അളവും വീതിയും നീളവും ഒക്കെ അടയാളപ്പെടുത്തി കൊടുത്തതും വീട് നിർമ്മാണത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്നതിൻ്റെ
കണക്കുകൾ ഒപ്പിച്ചു നോക്കുന്നതിൻ്റെ അതിന് എന്തിനും വേണമല്ലോ ഒരു കണക്ക്. അപ്പോൾ ആ കണക്കുകളുടെ അടിസ്ഥാനമായിട്ട് വരും. സൂറത്തുൽ മുത്തഫിഫീനിലെ 9-ാമത്തെ ആയത്തിൽ കിതാബും മർഖൂം എന്ന് പറഞ്ഞതും സൂറത്തു യാസീനിൻ്റെ 38-ാമത്തെ ആയത്തിൽ വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്ന് പറഞ്ഞതും സൂറത്തുൽ അംബിയാഇന്റെ 33-ാമത്തെ ആയത്തിൽ കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എന്ന് പറഞ്ഞതും സൂറത്ത് യാസീനിന്റെ തന്നെ 39-ാമത്തെ ആയത്തിൽ വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം എന്ന് പറഞ്ഞതുമൊക്കെ കണക്കുകളുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്ന ഒരു കാര്യമായി നമുക്ക് അനുമാനിക്കാൻ കഴിയും. പിന്നെ ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പറഞ്ഞത് ഈമാൻ കാര്യം ഇസ്ലാം കാര്യമൊന്നുമല്ല. ഒരാൾ ഒരു കണക്കും നോക്കാതെ ഒരു പെര ഉണ്ടാക്കിയാൽ പാർക്കാൻ പറ്റൂല എന്നോ അങ്ങനെ ഉണ്ടാക്കരുത് എന്നോ ഒന്നും പറയണില്ല. എന്തിനും ഒരു കണക്കും ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ നിലക്ക് കണക്കുകൾ നോക്കുന്നതിന് ഇസ്ലാമികമായ വല്ല അടിസ്ഥാനം ഉണ്ടോ, അങ്ങനെ വല്ലതും ഇസ്ലാമികമായി ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടികൾ ഇതൊക്കെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 7 മുഴത്തിൽ ഒതുങ്ങുന്ന ചെറിയ വീടാണ് നല്ലത് എന്ന് വന്നിട്ടുണ്ട്. ദുരഭിമാനം തോന്നാത്ത സാഹചര്യത്തിലാണ് 7 മുഴത്തേക്കാൾ കൂടരുത് എന്ന് പറഞ്ഞിട്ടുള്ളതെന്നും അഹങ്കാരം നടിക്കാൻ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് 7 മുഴത്തേക്കാൾ കൂടുന്നതിന് വിരോധമില്ല എന്നും യാനത്തു താലിബീൻ ഫതുൽ മുഈന്റെ ഹശിയായി യാനത്തു താലിബീനിൽ വിശദീകരിച്ചിട്ടുണ്ട്. അഹങ്കാരം തോന്നുമെന്ന് തോന്നിയാൽ വീട് ചെറുതാക്കണം. 7 മുഴം ആണ് അപ്പോൾ പരമാവധി. നമ്മളാരും അഹങ്കരിക്കാനല്ലല്ലോ വീട് ഉണ്ടാക്കുന്നത്, താമസിക്കാനല്ലേ. താമസിക്കാനുള്ള വീട് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചുണ്ടാവാം. ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യം, സ്വന്തത്തിന് വേണ്ടി ആരും വീട് നിർമ്മിക്കരുത് എന്നാണ്. മക്കൾക്ക് വേണ്ടി വീട് നിർമ്മിക്കണം. എന്നാൽ നമുക്കതിൽ പാർക്കും ചെയ്യാം, മക്കൾക്ക് വെറൈറ്റി കൊടുത്ത കൂലി വേറെ കിട്ടും ചെയ്യും. എപ്പോഴും എക്സ്ട്രാ ആനുകൂല്യം എങ്ങനെ കിട്ടുക എന്നുള്ളത് നോക്കണം. നമ്മൾക്ക് വേണ്ടി ഒരു വീട് വെച്ചാൽ കൂലിയൊക്കെ കിട്ടും, പക്ഷെ അതിനേക്കാൾ കൂലിയാണല്ലോ വേറൊരാൾക്ക് വീട് വെച്ച് കൊടുത്താൽ. അപ്പം ആദ്യം ഒരു വീട് മൂത്തമാനുണ്ടായി കൊടുക്കുക, അതിലെല്ലാവരും കൂടിയും പാർക്കുക. രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്നൊന്നല്ല ഈ പറയണ കേട്ടോ. അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും ചെയ്തു പോകരുതേ. രജിസ്റ്റർ ചെയ്യണ്ടെന്നും പറയണില്ല, അത് ചിലപ്പോൾ സുബദ്ധമാകുന്ന സന്ദർഭം ഉണ്ടാവും. അതിലേക്കൊന്നല്ല ഈ പറഞ്ഞു വരുന്നത്. സംഖ്യാശാസ്ത്രം അനുസരിച്ച് 4 വലിയ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ ശരിയാക്കുമ്പോൾ 4ഉം 4ന്റെ ഗുണിതങ്ങളിലേക്കും കൊണ്ടുവരിക. 4ന്റെ ഗുണിതങ്ങളിലേക്ക് കണക്കൊതുക്കുക എന്നാണ് അതിന് പറയാം. കണക്കൊതുക്കുന്നത് നല്ലതാണ് എന്ന് പല ഇമാമുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുഗനി മുഹ്താജിൽ ബഹുമാനപ്പെട്ട ഖത്തീബ് ഷിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം രേഖപ്പെടുത്തിയതായി കാണാവുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപലക്ഷണമുണ്ടെങ്കിൽ അത് സ്ത്രീ, വീട്, കുതിര എന്നിവയിലാണ് എന്ന് പറയുന്ന ഹദീസ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിൽ കിതാബുൻ നിക്കാഹിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. 3 കാര്യങ്ങളിലാണ് അപലക്ഷണം ഉണ്ടാവുക. 1 സ്ത്രീ, 2 വീട്, 3 കുതിര. കുതിര എന്ന് പറഞ്ഞത് വാഹനമാണ്. അന്നത്തെ വാഹനം കുതിരയും കഴുതയും ആയതുകൊണ്ട് അതിനെ പരാമർശിച്ചു. ഒട്ടകമൊക്കെ ആണല്ലോ. അതുകൊണ്ട് വാഹനങ്ങളിൽ ചില ലക്ഷണങ്ങൾ നോക്കാനുണ്ട്, സ്ത്രീകളിൽ ചില ലക്ഷണങ്ങൾ നോക്കാനുണ്ട്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കിതാബുൻ നിക്കാഹിൽ കൊണ്ടുവരാൻ കാരണം അത് സ്ത്രീയെ ലക്ഷണം നോക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്ത്രീകളുടെ ലക്ഷണം നോക്കുക, വാഹനത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കുക, വീടിൻ്റെ ലക്ഷണം നോക്കുക. ഇത് 3ഉം പ്രധാനപ്പെട്ടതാണ്. വാസ്തവത്തിൽ ഈ ലക്ഷണം ശരിയാക്കുന്നതിന് വേണ്ടിയാണ് വീട് നിർമ്മാണത്തിൽ കണക്ക് ശരിയാക്കുന്നത്. ഒരിക്കലൊരു സഹാബി വര്യൻ
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് സന്താനങ്ങളിലും സമ്പത്തിലും വലിയ വർധനവുണ്ടായിരുന്നു. പിന്നീട് ആ വർധനവെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ വളരെ വലിയ നഷ്ടത്തിലേക്ക് പോയി. ഇന്ന് ആ പഴയ പ്രതാപങ്ങളൊന്നുമില്ല. സാമ്പത്തിക നഷ്ടവും സന്താന നഷ്ടവും ആൾ നഷ്ടവും കൊണ്ട് ഞങ്ങൾ വളരെയധികം വിഷമത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ വീട് വിറ്റൊഴിവാക്കുക, എന്നിട്ട് നിങ്ങൾ മറ്റൊരു വീട്ടിൽ താമസാക്കുക. ഇവിടെ ഒരുപാട് സ്വാഭാവിക സംശയങ്ങൾ നമുക്കുണ്ടാവും. ഇങ്ങനെ അപലക്ഷണമുള്ള ഒരു വീട് വിറ്റൊഴിവാക്കിയാൽ വേറൊരാൾക്ക് അത് വരൂലേ എന്നാണ്. അത് ഒന്നുകൊള്ളണമെന്നില്ല എന്നാണ്. ഒരാളെ സംബന്ധിച്ച് അപലക്ഷണമുള്ളത് മറ്റൊരാളെ സംബന്ധിച്ച് അപലക്ഷണവും ബുദ്ധിമുട്ടും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ വീട്ടിലെ താമസക്കാർക്കനുസരിച്ചാണ്. ഇപ്പൊ പൈശാചികമായ സാന്നിധ്യമുള്ള ഒരു വീട് പൈശാചികമായ ആരാധനയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായിക്കൊള്ളുന്നില്ല. പൈശാചികമായ ആരാധനാകർമ്മങ്ങൾ ഇല്ലാത്ത ഇലാഹിയായ ആരാധനകളുള്ളവർക്കാണ് അത് ഉപദ്രവം ഉണ്ടാകുക. ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എല്ലാ വീടും എല്ലാവർക്കും ലക്ഷണം ഇല്ലാത്തതായിക്കൊള്ളണമെന്നില്ല. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ അവരോട് വിറ്റൊഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അവരാ വീട് വിറ്റൊഴിവാക്കുകയും മറ്റൊരു വീട്ടിൽ താമസാക്കുകയും ചെയ്തു. അപ്പൊ ഈ അപലക്ഷണത്തിന്റെ പേരിൽ വരുന്ന നഷ്ടങ്ങൾ രണ്ടെണ്ണമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും. ഒന്ന് സാമ്പത്തികമായ നഷ്ടമാണ്, രണ്ട് സന്താന നഷ്ടം. അതായത് ഒന്ന് ധനനഷ്ടം, രണ്ട് ആൾ നഷ്ടം. ഇങ്ങനെ രണ്ട് നഷ്ടങ്ങളാണ് അപലക്ഷണം കാരണമായി ഉണ്ടാകുന്നത്. ഇത് രണ്ടിനെയാണ് വരവും ചെലവുമായി കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയിൽ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ നിർമ്മാണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനൊരു പ്രയോഗമുണ്ട്, ആയം വ്യയം എന്നൊരു പ്രയോഗമുണ്ട്. ആയം എന്ന് പറയുന്നത് വരവിനെ സൂചിപ്പിക്കുന്നതും വ്യയം എന്ന് പറയുന്നത് ചെലവിനെ സൂചിപ്പിക്കുന്നതുമാണ്. ധനനഷ്ടം, ധനത്തിൻ്റെ വരവും ആൾ വരവുമാണ് ആയം, അതായത് വരവായി കണക്കാക്കുന്നത്. ധനനഷ്ടവും ആൾ നഷ്ടവുമാണ് വ്യയം അല്ലെങ്കിൽ ചെലവായി കണക്കാക്കുന്നത്. വരവിൽ നിന്ന് ചെലവ് കഴിച്ച് മിച്ചമുണ്ടാവുക എന്നതാണ് നല്ല ലക്ഷണമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന ചില പാരമ്പര്യ പുരാതന രീതികളുണ്ട്. ആ രീതി അനുസരിച്ച് നിർമ്മാണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല ഗ്രന്ഥങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അളവിനെ അടിസ്ഥാനപ്പെടുത്തി വീടിൻ്റെ ലക്ഷണങ്ങളെ 5ആയി തിരിച്ചത് കാണാം. അതിങ്ങനെയാണ് പറയാറുള്ളത്: കോല് വിരലിലാക്കിയ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലത്തെ 1, 2, 3, 4, 5 ഇങ്ങനെ 5 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. കോല് വിരലിലാക്കുക എന്ന് പറയുന്നത് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഈ ചുറ്റളവിനെ 8 കൊണ്ട് ഹരിച്ച് 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5ആയി തരം തിരിച്ചിട്ടുണ്ട്. 1 ബാല്യത്തിലുള്ള വീട്, കൗമാരത്തിലുള്ള വീട്, യൗവനത്തിലുള്ള വീട്, വാർദ്ധക്യത്തിലുള്ള വീട്, മരണത്തിലുള്ള വീട്. ഇങ്ങനെ 5ആയി അതിനെ തരം തിരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 4ഉം 5നെ താരതമ്യം ചെയ്യുമ്പോൾ നല്ലതായി കണക്കാക്കാം. 2 കൗമാരമൊക്കെ ഏറ്റവും നല്ലതാണ്. 3 യൗവനം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 5-മത്തത് മോശപ്പെട്ട ലക്ഷണമായി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അളവിനെ അടിസ്ഥാനപ്പെടുത്തി ലക്ഷണങ്ങളെ തിരിക്കുന്ന ഒരു രീതിയാണ്. ഇതേപോലെ തന്നെയാണ് വീടുകളുടെ വരവ് ചെലവ് കണക്കാക്കുന്ന രീതിയും. ഞാനൊരിക്കൽ കൊപ്പം ടൗൺ പള്ളിയിൽ ഒരു റമദാൻ ഷരീഫിൽ ഈ നിർമ്മാണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിൽ വീടുകളുടെ വരവ് ചെലവ് കണക്കാക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് അങ്ങനെ എടുത്ത് പറഞ്ഞതായിരുന്നു. അതിൽ
എന്തോ ചില ഖഫാഉകൾ, അവ്യക്തതകൾ കേൾവിക്കാർക്കുണ്ടായി. പിന്നീട് ഞാൻ ഒന്നുകൂടെ കേട്ടു നോക്കപ്പോൾ എനിക്കും ഉണ്ടായി. അപ്പോൾ ഇപ്പൊ ഈ പറയുന്നത് അതൊന്നുകൂടി ക്ലിയർ ആക്കി പറയുന്നതിന് വേണ്ടി കൂടിയാണ്. അതായത് ഒരു വീടിന്റെ വരവ് ചെലവ്, ആയം വ്യയം കണക്കാക്കുന്നത് കോല് വിരലിലേക്ക് മാറ്റിയ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 12 ഹരിച്ചാൽ കിട്ടുന്നതാണ് ആയം. അതേ സംഗതി കോൽ വിരലിലാക്കിയ ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് 14 ഹരിച്ചാൽ ശിഷ്ടം വരുന്നതാണ് വ്യയം. എപ്പോഴും ശിഷ്ടാണ് നോക്കുന്നത്. ആയം നോക്കുമ്പോഴും 8 കൊണ്ട് ഗുണിച്ച് 14 ഹരിച്ച് കിട്ടുന്ന ശിഷ്ടം. ശിഷ്ടം ഒന്നുമില്ലെങ്കിൽ ഹരണഫലത്തെ, ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യയെ ശിഷ്ടായിട്ട് കണക്കാക്കും. അപ്പോൾ അതായത് 8 കൊണ്ട് ഗുണിച്ച് 12 ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടായില്ല നോക്കുക, എന്നാൽ ശിഷ്ടം 12ആണ്. വ്യയം കണക്കാക്കാൻ 3 കൊണ്ട് ഗുണിച്ച് 14 ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടാണ്. ശിഷ്ടം ഇല്ലാതെ വരുമ്പോൾ 14ആണ് അവിടുത്തെ ശിഷ്ടം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതൊരു പഴയ ശൈലിയാണ് കോല് വിരലിലേക്ക് മാറ്റിയ ചുറ്റളവിനെ എന്നൊക്കെ പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ കോലും വിരലും ഒന്നുമില്ല, അതിനൊക്കെ പകരം മീറ്റർ, സെന്റിമീറ്റർ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. 72 സെന്റിമീറ്ററിനെയാണ് ഒരു കോൽ എന്ന് പറയുന്നത്. ഒരു വിരൽ എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററാണ്. ഈ വിരൽ എന്ന് പറയുന്നതിന് തന്നെയാണ് അങ്കുലം എന്ന് പഴയ മലയാളത്തിൽ, പഴയ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്. 24 അങ്കുലമാണ് ഒരു കോൽ എന്ന് പറയുന്നത്. അതായത് 3 സെന്റിമീറ്റർ ഒരങ്കുലം, 24 അങ്കുലം ഒരു കോല്. അപ്പോൾ ഒരു കോല് വിരലിലേക്ക് മാറ്റാൻ, ഒരു കോല് എന്ന് പറഞ്ഞാൽ 24 അങ്കുലം. 24 അങ്കുലം എന്ന് പറഞ്ഞാൽ, ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ. ഒരു കോല് എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ. അപ്പോൾ ഒരു കോലിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ 72, അല്ലെങ്കിൽ സെന്റിമീറ്ററിനെ കോലിലേക്ക് മാറ്റാൻ 72 സെന്റിമീറ്ററിനെയാണ് ഒരു കോല് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മീറ്റർ കണക്കിൽ കിട്ടിയാൽ, എളുപ്പമുള്ള വഴി പറയാം, മീറ്റർ കണക്കിൽ കിട്ടിയാൽ നമ്മൾ അതിനെ നേരെ സെന്റിമീറ്ററിലേക്ക് മാറ്റിയാൽ മതി. 100 സെന്റിമീറ്ററിനെയാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എളുപ്പവഴി നമ്മൾ പറയുന്നുണ്ടല്ലോ, അപ്പുറത്ത് 2 പൂജ്യം ഇടാം. മീറ്റർ കിട്ടിയാൽ അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുക. സെന്റിമീറ്ററിലേക്ക് മാറ്റിയിട്ട് 3 കൊണ്ട് ഹരിച്ചാൽ കോല് വിരലായി മാറി. ആ കിട്ടുന്നതിനെ 8 കൊണ്ട് ഗുണിച്ച് 12 ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് വരവ്. 3 കൊണ്ട് ഗുണിച്ച് 14 ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് ചെലവ്. വരവിൽ നിന്ന് ചെലവ് കഴിച്ചാൽ മിച്ചമുണ്ടെങ്കിൽ നല്ല ലക്ഷണമുള്ള വീടായി കണക്കാക്കുന്നു. ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഇന്ന് നിലവിലുള്ള നിർമ്മാണ ശാസ്ത്രം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന നിർമ്മാണ ശാസ്ത്രം അനുസരിച്ച് വരുന്നത്. ലോകത്ത് ഒരുപാട് നിർമ്മാണ ശാസ്ത്രങ്ങളുണ്ട്. 3-ാം നൂറ്റാണ്ട് മുതൽ നിർമ്മാണ ശാസ്ത്രം നിലവിലുണ്ട് എന്നാണ്. AD 300 മുതൽ നിർമ്മാണ ശാസ്ത്രം പ്രചാരത്തിലുണ്ട് എന്നാണ്. ലോകത്തെ പലരും നിർമ്മാണ വിദ്യകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലേക്കൊന്നും വിശദമായി ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. എന്തായാലും ലക്ഷണങ്ങൾ നോക്കേണ്ട 3 പ്രധാനപ്പെട്ട സംഗതികളാണ്. 1 സ്ത്രീ, 2 വീട്, 3-ാമത്തേത് വാഹനം എന്ന് നമുക്ക് കാണാം. നമ്മളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ലക്ഷണങ്ങൾ നന്നായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ